ജില്ലയിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കായുള്ള 4 ദിവസത്തെ സംസ്ഥാനതല റിഫ്രഷർ കോഴ്സ് ആദ്യഘട്ടം പൂർത്തിയായി. പാല, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട അഗ്നിരക്ഷാ നിലയങ്ങളിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കായി പാല അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന 4 ദിവസത്തെ പരിശീലനമാണ് പൂർത്തിയായത്. വെള്ളപ്പൊക്ക രക്ഷാ പ്രവർത്തനത്തിന് മുൻഗണന എടുത്ത് നൽകിയ പരിശീലന പരിപാടിയുടെ സമാപന യോഗം പാല ഫയർ സ്റ്റേഷൻ ഓഫീസർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലക്കാരുടെ ഒരു ബാക്കി എല്ലാ ജില്ലകളിലും ഏകദേശം ഈ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആയതായിരുന്നു. നമുക്ക് മാത്രം അത് കംപ്ലീറ്റ് ആകാനുള്ള സംവിധാനങ്ങളുടെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അന്ന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനി ബാക്കിയുള്ള കോഴ്സുകളൂടെ, കാരണം ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, എന്തെങ്കിലും ഗവൺമെന്റിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നിങ്ങളുടെ സേവനങ്ങൾ കുറേ കൂടെ നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ കാണുക, ആ ഒരു രീതിയിൽ തന്നെ സഹകരിക്കുക. കാഞ്ഞിരപ്പള്ളി ഫയർ സ്റ്റേഷൻ ഓഫീസർ കലേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. സിവിൽ ഡിഫൻസ് പാല നിലയത്തിലെ പോസ്റ്റ് വാർഡൻ സിജി മരുതോലിൽ, കാഞ്ഞിരപ്പള്ളി നിലയത്തിലെ പോസ്റ്റ് വാർഡൻ വിഷ്ണു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഫൽ PA, കോട്ടയം ഓഫീസിലെ പരിശീലകനായ അജിത് കുമാർ, പാല നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഹരികുമാർ മറ്റക്കര, ബിനു പെരുമന, അഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഫ്ലഡ് റെസ്ക്യൂ ഓപ്പറേഷൻ, കമാൻഡോ ബ്രിഡ്ജ്, ബർമ ബ്രിഡ്ജ്, ഏരിയൽ റോപ്പിംഗ് തുടങ്ങിയവയിലാണ് പ്രത്യേക പരിശീലനം നൽകിയത്. കോട്ടയം നിലയത്തിലെ അംഗങ്ങൾക്കായുള്ള പരിശീലനം മാർച്ച് 22 മുതൽ പാല നിലയത്തിൽ നടക്കും.